നമസ്കാരം. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്ന ഉദ്യാനത്തിലാണ് ഞാനിന്ന് ഇരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രോ ബാഗ്. നമുക്ക് ഇതിലേക്ക് പിന്നെ നൂത്ത് ഇതുപോലെ ആക്കാം. അത് കഴിഞ്ഞ് വിളിമ്പ് മടക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതായത് എൻ്റെ പുരയിടത്തിലെ മണ്ണാണ്. ആ മണ്ണിനെ നമുക്ക് പരുവപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മണ്ണ് നല്ലതായിരുന്നാൽ മണ്ണിനെ ജൈവ ഫലഭൂയിഷ്ടമാക്കണം. അതാണ് പ്രധാന ലക്ഷ്യം. മണ്ണ് തട്ടുകയാണ് ഞാൻ. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ വലിയ കല്ല് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വലുതൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളയാം. ഇതേപോലെ ഒരു നെറ്റ് വാങ്ങിക്കുക. നെറ്റ് വാങ്ങിച്ചിട്ട് അരിപ്പുണ്ടാക്കണം. നമുക്ക് അരിപ്പെന്ന് ഞാൻ നേരത്തെ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി മണ്ണരിക്കുന്ന അരിപ്പിൻ്റെ കാര്യം എല്ലാവരും ചിന്തിക്കാറുണ്ട്. അതല്ല, ഇതിനകത്താകുമ്പോൾ ചെറിയ ചെറിയ കല്ലുകൾ ഇതിനകത്തൂടി അങ്ങ് വീഴും. ഇതേപോലെ അങ്ങ് വീഴണം. അപ്പോൾ ചെറിയ ചെറിയ കല്ലുകൾ ആവശ്യമുണ്ട്, വലിയ കല്ല് പാടില്ല. അപ്പം മണ്ണിന് എടുത്തിട്ട് നമുക്ക് ആദ്യം വലിയ കല്ലെല്ലാം മാറ്റിയിട്ട് ഇതുപോലത്തെ അരിപ്പുണ്ടാക്കി അരിക്കണമെങ്കിൽ അത് നമ്മളിപ്പോൾ കൂട്ടായ്മയായിട്ട് ചെയ്യുന്നിടത്ത് ഒരു അരിപ്പ് മതി. ഇപ്പോൾ ഞാൻ ഒരു അരിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് വെച്ച് ഉണ്ടായി വരുന്നവരെല്ലാവരും കൊണ്ടുപോകും. കാറുകളിൽ വരുന്നവരെല്ലാം അത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യാത്തത് കാരണം അത് ഞാൻ വലിയ കനമുള്ള വെൽഡ് മെഷ് ഒരു ഫ്രെയിം അടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇത് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം മണ്ണ് പുരട്ടുന്നാൽ നല്ല ബലം കിട്ടും. ആ അരിപ്പ് ഇവിടെ ഇല്ല. അരിപ്പ് ഇതേപോലെ കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മണ്ണ് അരിച്ചതിന് ശേഷം തീരെ അത് തരി ഇല്ലാതിരിക്കുകയും ചെയ്യരുത്, വലുതാകാനും പാടില്ല. അതുകൊണ്ടാണ് ഇതിനകത്തൂടി വീഴുന്ന കല്ല് നോക്ക് വേണം. ഈ മണ്ണിന് ഇത് എല്ലാം ശരിയായി ആക്കിയിട്ട് ആദ്യം ഈ മണ്ണിനെ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ചെയ്യേണ്ടത് അതിൽ കുമ്മായം ഇടുക. കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റോ കുമ്മായോ ഇട്ട് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഓരോ അളവ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പല ആവർത്തി ഒരു പരീക്ഷണാർത്ഥം ചെയ്തിട്ടുണ്ട്. കുമ്മായം ആണെങ്കിൽ ഒരു മാസം ഇട്ടേക്കും. നനവുള്ള മണ്ണിൽ കുമ്മായം ഇട്ട് നമ്മളെ സിമൻറ്റ് മണലുമായിട്ട് മിക്സ് ചെയ്ത് ഒരു മാസം ഞാൻ ഇട്ടേക്കും. ഒരു മാസം ഇട്ടാൽ വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി വല്ല ടർപ്പാളമോ പ്ലാസ്റ്റിക് ചാക്ക് ഇട്ടങ്ങ് മൂടിയിടും. ഒന്നുമില്ലെങ്കിൽ ഒരു ചണം ചാക്ക് കിട്ടണമെങ്കിൽ അതും മതി, അങ്ങ് മൂടിയിടുക. മണ്ണ് ഉണങ്ങിപ്പോകണമെങ്കിൽ ഇടയ്ക്ക് വെള്ളം തളിക്കുക. ഇതിനെ ഒരു മാസം കിടക്കുക. ഡോളോമേറ്റിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ഡോളോമേറ്റ് ആയിരുന്നാൽ 20 ദിവസത്തിൽ കുറയാതെ വേണം. ഞാൻ ചെയ്തിട്ടുള്ളത് 5 ദിവസം, 10 ദിവസം, 15, 20, 25, 30 കൂടുതലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ മണ്ണിൽ ഇതുവരെയ്ക്ക് അതിൻ്റെ pH നോക്കുകയോ ആ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ പുരയിടത്തിലെ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൃഷിഭവനിൽ നിന്നും CTCR എന്നെല്ലാം പറഞ്ഞ് AD ഓഫീസിൽ നിന്നൊക്കെ ഒന്ന് പറയാറുണ്ട്. ഞാൻ കൊണ്ടുപോയില്ല. അവർ വന്ന് എടുക്കാറുണ്ട്. എടുത്തിട്ട് അവർ പറയുന്നത് വെച്ചാൽ എൻ്റെ പുരയിടത്തിലെ മണ്ണിന് ഒന്നിനും ഒരു കുറവും ഇല്ല, എല്ലാ പോഷക ഘടകങ്ങളും അതിൽ തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ആ ഒരു വിധത്തിൽ നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റിട്ട് മണ്ണിൻ്റെ ആസിഡിറ്റി മാറ്റുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഇന്നുവരെയുള്ള കൃഷിയിൽ ഞാൻ ചെയ്തതിലുള്ള ഏറ്റവും എൻ്റെ വിജയം വെച്ചാൽ മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റാതെ നമ്മൾ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ പുരയിടത്തിലോ മണ്ണിൽ ഒരു പച്ചക്കറിയോ ഒന്നും നടാൻ പോകരുതെന്നുള്ളതാണ്. അസിഡിറ്റി മാറ്റുന്നതിന് ഇത്രയും ദിവസം കിടക്കുകയും വേണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമുള്ള കാര്യം ഞാൻ പറയുന്നുള്ളൂ. അതിൽ 30 ദിവസം ഞാൻ ഇട്ടിട്ട് അതിൽ ചെയ്യുള്ളൂ. 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിൽ ചാണകം ഉണക്കിയ വെയിലത്തിട്ട് ഉണക്കിയ ചാണകം ഉപയോഗിക്കില്ല. പച്ച ചാണകമാണെങ്കിൽ വല്ല ചാക്കിലോ ബക്കറ്റിലോ എന്തെങ്കിലും വയ്ക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈർപ്പം കുറഞ്ഞു വരും. ഇല്ലെങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ട് തറയെ തട്ടിയിടുമ്പോൾ അതിൻ്റെ ഈർപ്പെല്ലാം കുറഞ്ഞ ശേഷം ഞാൻ എടുക്കും. ഇതിൽ ചാണകം ഇതിൽ കണക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ഗ്രോ ബാഗിലേക്ക് കുറച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ടെറസിൻ്റെ മുകളിൽ ചെയ്യുന്നവർക്ക് 10 കുട്ട മണ്ണിന് അതിൽ 2 കിലോ കുമ്മായം 2 ഇല്ലെങ്കിൽ ഒരു 1.5 കിലോ മതി. മണ്ണിൻ്റെ രീതി അനുസരിച്ച് 1.5-2 കിലോ കുമ്മായം വരെ നമ്മളിട്ട് അസിഡിറ്റി മാറ്റാൻ വേണ്ടി ഇടുന്നു. അത് കഴിഞ്ഞ് ചാണകം 10 കുട്ട മണ്ണിനാണെങ്കിൽ അതിൽ നമ്മൾ ആദ്യം മണ്ണ് നോക്കണം. മണ്ണിൽ ചിലപ്പം പശുമയം ഉണ്ടാകുന്ന കൂടി നോക്കണം. നമ്മളിപ്പം കുമ്മായം എല്ലാം ഇട്ട് ഇല്ലെങ്കിൽ അരിച്ചെടുത്ത മണ്ണിൽ തന്നെ ആദ്യം നോക്കേണ്ട പശുമയം ഉണ്ടാകുന്നതാണ്. പശുമയം ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി ഒരു പിടി മണ്ണ് വാരുക, ഇങ്ങനെ മുറുക്കുക, കൈയ്യെടുക്കുക. മണ്ണ് പിരിന്നു പോകണമെങ്കിൽ ഇതിൽ പശുമയം ഇല്ല. നേരെ മറിച്ച് മണ്ണ് കൊഴുക്കട്ട ആകൃതി ഇരിക്കും.
അത് നമ്മൾ എറിഞ്ഞാൽ പോലും അത് പൊടിയില്ല. അതിലാണെങ്കിൽ പശുമയമുണ്ട്. ആ പശുമയം ഉണ്ടെന്നുള്ള കാര്യം നമ്മളെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതിൽ 2 കുട്ടം മണൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട, നമ്മളെ വഴിയരിയില, നമ്മളെ പുരയിടത്തിലെ ചാലിലെ കിടക്കുന്ന മണ്ണ് മതി, 2 കുട്ടം മണ്ണ്. അപ്പം പലരും പറയുന്നുണ്ട് മണ്ണില്ല, ഞങ്ങളവിടെ എംസാൻഡ് ഇറക്കിയിടുക, അത് മതി, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒലിച്ചിറങ്ങുന്ന മണലാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്. മണ്ണ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് പശുമയം ഉണ്ടെങ്കിൽ അതിലാണ് നമ്മൾ കുമ്മായവും അല്ലെങ്കിൽ ഡോളമൈറ്റ് ഇട്ട് 1 മാസം കഴിഞ്ഞു. പിന്നെ ചാണകം ഈർപ്പം കുറഞ്ഞ ചാണകത്തിൽ നമ്മൾ കൊണ്ടിട്ട് അതിൻ്റെ ഈർപ്പം കുറച്ച് കുറഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയതല്ല, ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, കട്ടകളെല്ലാം പൊടിച്ചിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇത്രയും ചാണകം ഇടുന്നേ ഉള്ളൂ. അല്പം കൂടി ഇടാം. കാര്യം ഇതിൽ ചാണകം ഇടാം, മണ്ണിര കമ്പോസ്റ്റ് ഇടാം, നമ്മളുണ്ടാക്കുന്ന ജൈവവളങ്ങൾ എന്തും ചേർക്കാം. നമ്മളിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ജൈവവളം അല്പം കൂടിയെന്ന് വെച്ച് ആ ചെടിക്കോ മണ്ണിനോ ഒരു ദോഷം വരുന്നില്ല. രാസവളങ്ങളാണ് ആ ക്രമം അനുസരിച്ച് അല്ലാത്ത ഇടണമെങ്കിൽ നമുക്ക് ചെടിക്ക് ദോഷം വരുന്നുണ്ട്, മണ്ണും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, ജൈവവളം കൂടിയാലും കുഴപ്പമില്ല. ഇതിൽ മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇടുന്നതിന് പോലെ കുറച്ചുകൂടി ഞാൻ ചാണകം ഇടുകയാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് 10 കൂട്ടം മണ്ണാണെങ്കിൽ ഒരു 2 കിലോ എല്ലുപൊടി, 2 കിലോ വേപ്പ് പിണ്ണാക്ക്, ചകിരിച്ചോറ് 1 കട്ട. ചകിരിച്ചോറെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതൊക്കെ സാധനം വാങ്ങിക്കുന്നതിലൊക്കെയാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ ചകിരിച്ചോറിന് 150 രൂപയ്ക്ക് മുകളിൽ, വേറൊരു കടയിൽ ചെല്ലുമ്പോൾ 130 രൂപ, ഒരിടത്തെ വേറെ ചെല്ലുമ്പോൾ 200 രൂപ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഞാൻ അനുഭവത്തിൽ ഞാൻ പല കടകളിലും പല സ്ഥലത്തു നിന്നും പോയി കൊണ്ടുവന്ന് ഞാൻ ഇതേപോലെ പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ്. ഇപ്പം ഇത് ഈ ചകിരിച്ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് തിരക്കി, അപ്പോൾ ഇതേ ക്വാളിറ്റിയിലുള്ള ചകിരിച്ചോറ് കിട്ടുന്നില്ല. ഇത് നമ്മൾ പണ്ട് മുതലേ ഞാൻ വിത്ത് വളവും വാങ്ങിക്കുന്ന കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിന് അല്പം വില കൂടുതലാണ്. വില കൂടുതലെങ്കിലും നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം. 100% അസിഡിറ്റി മാറ്റിയ ചകിരിച്ചോറ് എനിക്ക് കിട്ടിയത് ഇത് ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴാണ്. ഇത് കാണുമ്പോൾ പുറം തന്നെ കാണുമ്പോൾ അറിയാം. ഞാൻ കവർ പൊളിച്ച് കാണിക്കുന്നില്ല. പൊളിച്ച് കാണിക്കാതെ വെച്ചാൽ എനിക്ക് ഇത് അടുത്ത ശനി ഞായർ ഇവിടെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് സ്കൂളിൽ ക്ലാസ് ഉണ്ട്, കൊണ്ടുപോകണം. പൊളിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പാടാണ്. പിന്നെ ഇതും ചകിരിച്ചോറാണ്. ഞാൻ ഈ ചകിരിച്ചോറ് ഉപയോഗിച്ച് ചെടി നട്ടിട്ട്, ഞാൻ പറഞ്ഞില്ല ഞാൻ ചീരയാണ് നടുന്നത്. ചീരയാകുമ്പോൾ 20 ദിവസം കൊണ്ട് നമുക്കത് ചീര വളർന്ന് കിട്ടും. അപ്പോൾ അല്ല നമ്മൾ എന്തെല്ലാം വളത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അറിയാൻ പറ്റും. ഞാൻ അതുപോലെ ചീര നട്ടപ്പോൾ നേരത്തെ കാണിച്ച ചകിരിച്ചോറ് ഇടുന്നതിൻ്റെ അത്ര ഗുണങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് സംശയം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൽ അവർ അസിഡിറ്റി മാറ്റിയെന്ന് പറഞ്ഞ് തരുന്നത് ശരിക്കും അസിഡിറ്റി മാറിക്കാണൂല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലുപൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്. അപ്പോൾ ഈ എല്ലുപൊടി ഇതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എല്ലുപൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെള്ളത്തിയിട്ടൊന്ന് കലക്കുമ്പോൾ അതിനകത്ത് എല്ലുപൊടിയുടെ അംശം കൂടാതെ ഒരുപാട് മണ്ണാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിന് വില മുതലാവണമെങ്കിൽ നല്ല സാധനം വാങ്ങിക്കുക. 1 കിലോയ്ക്ക് ഒരു 35-40 രൂപയ്ക്ക് ഉള്ളത് ചിലപ്പോൾ ഇതിപ്പോൾ 50-60 ആവും. പക്ഷെ അതിൻ്റേതായ മാറ്റമുണ്ട്. പക്ഷെ അതൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഇത് കൃഷിക്ക് ഒരുങ്ങുന്നവരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് വേപ്പ് പിണ്ണാക്ക്, ഇത് ആ കവർ ഇതിൻ്റെ അടുത്ത് തട്ടമ്പടി അറിയാൻ മണം കണ്ടാൽ തന്നെ അറിയാം ഇതാണ് ശരിക്കുള്ള വേപ്പ് പിണ്ണാക്ക്. ഇത് വേപ്പും കുരു പൊടിച്ചെടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത് നേരത്തെ കുട്ടി ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസം വന്നിട്ടില്ല. ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എവിടെ നിന്ന് എന്ത് വാങ്ങിച്ചിരുന്നാലും ഞാൻ പറയും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമേ ഞാനിത് പിന്നെ ഉപയോഗിക്കുകയുള്ളൂ, ഞാൻ നോക്കട്ടെ എന്ന് പറയും. ചിലയിടത്ത് ചെല്ലുമ്പോൾ എനിക്ക് സാമ്പിൾ തരികയും ചെയ്യും അത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി. അത് പരീക്ഷിച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഗുണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ വേപ്പ് പിണ്ണാക്ക് ആണെങ്കിൽ നമുക്കൊരു 1 കിലോ മതി 10 കൂട്ടം മതി. അതേസമയം നമ്മൾ കുറഞ്ഞ വേപ്പ് പിണ്ണാക്കല്ല എല്ലുപൊടിയാണെങ്കിൽ നമുക്ക് 1 കിലോ മതി, ഇല്ലെങ്കിൽ 2 കിലോ വരെ വേണം. അതേപോലെ എല്ലുപൊടി ഇത് 1 കിലോ മതി. കുറഞ്ഞ വിലയ്ക്കുള്ളതാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് 2 കിലോ വരെ വേണം. ഞാൻ കുറച്ച് 2 കിലോ വരെ ഉപയോഗിച്ച് വന്നു. ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് 1 കിലോ ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പം ഞാൻ പല കടകളിലും തിരക്കിയിട്ടുണ്ട്. ഇത് കിട്ടുന്നത് നമ്മളെ വഞ്ചിയൂരെ കൃഷിമിത്രയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഏത് വളങ്ങളും ഞാൻ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്നതിന് ചെയ്യാറ് പതിവുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് തൃപ്തിയായതും എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ ചെയ്യണമെങ്കിൽ അവർക്ക് വിജയം വരണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ ഉപയോഗിക്കാൻ പറയും. അത് നമ്മളെ വഞ്ചിയുള്ള കൃഷിമിത്രയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. റെയിൽവേ ക്രോസിൻ്റെ ഓപ്പോസിറ്റാണ് കട.
ഞാൻ എല്ലാവർക്കും കട പറഞ്ഞു കൊടുക്കാറുണ്ട്. മുൻപ് കാലഘട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ആദ്യം എനിക്ക് വലിയ വിജയവും സന്തോഷമായപ്പോൾ എനിക്ക് ഇവിടെ നോട്ടീസും ഒരു അഡ്രസ്സിൻ്റെ കാർഡും തന്നിരുന്നു. അത് ഞാൻ പലർക്കും കൊടുത്തു. അതിപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ആവശ്യപ്പെടും കുറച്ച് കാർഡ് തരാം. കാര്യം എല്ലായിടത്തും നമ്പർ നമുക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ വിളിച്ച് പറയണ്ടല്ലോ. ക്ലാസ്സിൽ വരുമ്പോഴും ഇതിന് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അവരെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം നല്ല സാധനം വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഒരു സ്ഥാപനത്തിനെയോ ഒരു കടയോ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യം അല്ല എൻ്റെത്. എൻ്റെ അനുഭവത്തിൽ നല്ലതെന്ന് തോന്നിയവരെ ഞാൻ പറയുന്നു. അപ്പോൾ ഇതും നമ്മൾ കുറച്ച് ഇടുക. 10 കൂട്ടം മണ്ണാണെങ്കിൽ ഞാൻ പറഞ്ഞ അളവിന് ഇടുക. ഇപ്പം ഒരു ഗ്രോ ബാഗിലേക്ക് ഇത്രയും വേണ്ട, ഇത് തന്നെ ധാരാളമായി. എല്ല് പൊടി ഇട്ടു. അപ്പോൾ ഇതിൽ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് എന്ത് വളങ്ങൾ വേണം നമുക്ക് ചേർക്കാം. രാസവളം അല്ലാതെ എന്ത് വളങ്ങളും ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്ന കാര്യം. നല്ല എല്ലാ ഇളകി വരണം. ഇതിൽ ഒരു കാര്യം ഞാൻ കൃഷി ചെയ്യുന്നവർക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിപ്പം സ്വന്തമായിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. ആരും കൂലിക്ക് നിർത്തും. പക്ഷെ കൂലിക്ക് നിർത്തുമ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കുന്നവർ നിങ്ങൾ ഇതേ മാതൃക ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആരെക്കൊണ്ട് ചെയ്യിക്കുന്നോ അത് അവിടുത്തെ പറയുക, ഇന്ന വിധത്തിൽ നിന്ന് പറയുക. കാര്യം ഇതെല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും മണ്ണ് കോരിയിൽ നിറയ്ക്കുക എന്നുള്ള ലക്ഷ്യമല്ല. നമ്മൾ 50 ഗ്രോ ബാഗ് ചെയ്യുന്നിടത്ത് 5 ഗ്രോ ബാഗ് ചെയ്താൽ മതി. അപ്പോൾ ഈ 50 ഗ്രോ ബാഗ് ചെയ്യുന്ന കുറച്ച് ചെയ്ത് തരുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. നല്ലപോലെ ഇളക്കുക. ആ ഇളക്കുന്നതിൽ വളരെ കാര്യമുണ്ട്. ആ മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ മണ്ണ് ഉപയോഗിക്കാൻ. ഇത്രയും മണ്ണ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇതിൽ 100% ജൈവ ഫലഭൂയിഷ്ഠമായ മണ്ണാണിത്. ഇത് നമുക്ക് തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന ചകിരിയാണ്. നമ്മൾ അസിഡിറ്റി മാറ്റാൻ വേണ്ടി 1 മാസം ഇട്ട മണ്ണാണ് അസിഡിറ്റി മാറ്റിയത്. അതിന് അസിഡിറ്റി മാറ്റിയ മണ്ണ്, അസിഡിറ്റി മാറ്റിയ ചകിരിച്ചോറാണ് നമ്മളിതിൽ ഉപയോഗിച്ചത്. എല്ലാം കഴിഞ്ഞ് തൊണ്ട് വയ്ക്കുന്നു. അത് ഏത് തരത്തിലുള്ള തൊണ്ട് വയ്ക്കണമെന്ന് നമ്മൾ അതും കൂടി ഓർമ്മിച്ച് ചെയ്തില്ലെങ്കിൽ ഈ വീണ്ടും ഒരു അസിഡിറ്റി ആവുകയാണ്. അതായത് നമുക്ക് ഒന്നുകിൽ മഴയത്ത് മാസങ്ങളോളം പുറത്ത് കിടന്ന തൊണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തേങ്ങ പൊതിച്ച് തൊണ്ട് കൊണ്ടിട്ടിട്ട് അവിടെ കുറച്ച് കുമ്മായം തൂറ്റി കൊടുക്കും. കുമ്മായം തൂറ്റിയിട്ട് അത് അവിടെ കിടക്കും. മഴയും വെയിലും കൊണ്ട് കിടക്കും. അപ്പോൾ ഇതിൻ്റെ അസിഡിറ്റി എല്ലാം മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് അഥവാ നമുക്ക് പുതിയ തൊണ്ടാണെങ്കിൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഇതേപോലെ തൊണ്ടിനെ എടുത്തിട്ട് നമ്മൾ ഒരു തേങ്ങ പൊതിക്കുമ്പം കിട്ടുന്നത് ഒരു 3-4 ചീര ആയിട്ട് കിട്ടും. അതിനെ നമ്മൾ കുമ്മായം വെള്ളത്തിൽ കലക്കി അതിനകത്തും കിട്ടണം. അപ്പോൾ നമ്മൾ ഓരോരോ പീസാക്കി ഇടാം. അല്ലാതെ മൊത്തമായിട്ട് അതിനുള്ള സമയം കിട്ടില്ലെങ്കിൽ മൊത്തമായിട്ടും കിട്ടിക്കുക. ഒരു 10 ദിവസവും കുമ്മായം വെള്ളത്തിൽ കിടക്കട്ടെ. മണ്ണിൽ നമ്മൾ 1 മാസം ഇട്ടിരുന്നത് ഈ തൊണ്ടാണെങ്കിൽ ഒരു 10 ദിവസം കിടന്നാൽ മതി. കാര്യം ഇതിനകത്തെല്ലാം വെള്ളം പിടിച്ചതിനുള്ള ആസിഡ് എല്ലാം ഇറങ്ങിക്കോളും. അപ്പോൾ ഞാൻ ഇതുപോലെ 1 മാസം ഇട്ടിട്ടും 10 ദിവസം ഇട്ടിട്ടും 20 ദിവസം ഇട്ടിട്ടും ഈ തൊണ്ടെടുത്ത് ഉപയോഗിച്ച് നോക്കി. അപ്പം 10 ദിവസം ഇട്ടതും എല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് ഇതിന് ആസിഡിറ്റി മാറി കിട്ടിയെന്നുള്ള വിശ്വാസം എനിക്കായി. അതുപോലെ ചെയ്തു നോക്കി, ഒരു പരാജയവുമില്ല. അപ്പം ഈ തൊണ്ടിന് ഈ കമഴ്ത്തിയും വയ്ക്കരുത്, മലർത്തിയും വയ്ക്കരുത്, ചരിച്ച് വയ്ക്കണം. അപ്പോൾ നമുക്ക് മറ്റേ ഗ്രോ ബാഗ് ആണെങ്കിൽ ചതുരമായിട്ടിരിക്കും. അപ്പം ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടും വെച്ചിട്ട് നടുക്ക് ഈ തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന കട്ട ചകിരികളുണ്ട്. ആ ചകിരികൾ ഇതിനകത്ത് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ വയ്ക്കും. ഈ ഗ്രോ ബാഗ് എന്നാലും ചെടിച്ചട്ടി ഇരുന്നാലും ബാറില്ല എന്തായിരുന്നാലും ശരിയല്ല, ഒരിക്കലും അടിയിൽ ഹോൾ ഇടരുത്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ചെടിച്ചട്ടിയല്ല, അടിയിൽ ഹോൾഡാനുള്ള ഒരു സംവിധാനം ഒരു പാട പോലെ ഇരിക്കും. ഒരു കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഹോളായി. എപ്പോഴും സൈഡിലായിരിക്കണം. അതേസമയം തറയിലൊക്കെ ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. ടെറസിൻ്റെ മുകളിലാണെങ്കിൽ സൈഡിൽ തന്നെ ഹോൾ വരണം. നമ്മൾ വെള്ളം ഒഴിക്കുന്ന വെള്ളം ഈ അടിയിൽ കൂടി പോകരുത്. സൈഡിൽ കൂടി വരുമ്പോൾ നമുക്ക് കാണാം അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി. അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോൾ അതിനെ ക്രമീകരിച്ചൊഴിക്കാൻ പറ്റും. അഥവാ ഒരു നേരം നമ്മൾ വെള്ളം ഒഴിക്കാൻ വൈകി പോയെങ്കിൽ ഇതിലുള്ള വെള്ളഈർപ്പം ഈ മോൾ മണ്ണ് ചൂടാവുന്നതനുസരിച്ച് ഈ മണ്ണിലോട്ട് ഈർപ്പം പിടിക്കും. നമ്മൾ ഏത് ചെടി നട്ടിരുന്നാലും ഒരു താഴ്വേര് വരും, ഒരു ശാഖവേര് വരും. അടിയിൽ ചകിരി തൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ വേരുകൾ അടിയിൽ ചെന്ന് പറ്റുന്ന സമയത്ത് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട് ആ വേരുകൾക്ക്. തൊണ്ട് വെച്ചിട്ട് ഈ ഗ്രോ ബാഗിൽ മണ്ണെല്ലാം നിറച്ചിട്ട് എടുത്ത് വെച്ച് അവിടെ ഇരിക്കും. നമ്മൾ ചട്ടിയിൽ മണ്ണെടുത്ത് വെച്ച് അതേപോലെ അവിടെ ഇരിക്കും. നമുക്ക് ഇങ്ങനെ ഗ്രോ ബാഗൊന്നും ചരിഞ്ഞൊന്നും പോവില്ല. പിന്നെ നമുക്ക് ഈ തൊണ്ട് പിന്നെ അടുത്ത കൃഷിയിലേക്ക് വേണ്ടി നല്ല ജൈവവളമാവുകയും ചെയ്യും. അത് ദ്രവിച്ച് വരികയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണമാണ് ഈ തൊണ്ട് വയ്ക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ തൊണ്ട് വയ്ക്കുന്നതിൽ ആരും ഉപേക്ഷ വിചാരിക്കരുത്. തൊണ്ട് വെച്ചതിന് ശേഷം അത് മറയാൻ വേണ്ടി ശകലം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിശ്രിതം അതിനകത്ത് കുറച്ച് തൂത്തുക.
ഇതൊരു 4-5 ലിറ്റർ കൊള്ളുന്ന ഈ പെയിൻറ്റ് ടിന്നാണ്. അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നത് അടി സൈഡ് കട്ട് ചെയ്തിട്ട്, കട്ട് ചെയ്യുന്ന ഇങ്ങനെ കട്ട് ചെയ്യരുത്. ഇവിടെ ഒരു വിളിമ്പ് വരുന്നുണ്ട്, ഇതേപോലെ ഒരു വിളിമ്പ് വരുന്നുണ്ട്. ആ വിളിമ്പിന് ഇപ്പുറം വെച്ച് ഹാക്സാ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഇത് ഊരിയെടുക്കാനൊക്കെ എളുപ്പമാണ്. നേരെ മറിച്ച് അടിഭാഗം കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ വിളിമ്പിൽ മണ്ണുളക്കും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെ നടുക്കങ്ങ് വയ്ക്കുക. ഈ കരിയിലെ നമ്മൾ വാരിയിട്ട് അതിൽ കുറച്ച് പച്ച ചാണകമോ ശർക്കര ലായനിയോ ഒഴിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ കരിയില ഇതേ പരുവത്തിനാവും. ഇതേ പരുവം ആവുന്ന സമയത്ത് ഇതിനകത്ത് ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും വളരും. നമ്മൾ ശർക്കര ലായനി ഒഴിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് പച്ച ചാണകം കലക്കി അതും കൂടി ചേർത്ത് ഒഴിക്കുന്നുണ്ട്. ജീവാണുക്കളും സൂക്ഷ്മാണുക്കളും ഇഷ്ടം പോലെ വളരും. ഇത് പെട്ടെന്ന് മണ്ണിൽ ലയിക്കും. ചെടികളിലെ വേര് പടലങ്ങൾ വരാൻ സൗകര്യം ഉണ്ടാവും, ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവും. അപ്പം ഇങ്ങനെ കിട്ടുന്ന കരിയിലയാണ് ഈ പരുവത്തിലാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് അടിയിൽ ഒരു ലെയർ ഇതുപോലെ പൊളിയാത്ത കരിയില നമുക്ക് ഇടാം. അപ്പം നമ്മൾ കരിയിലിട്ടിട്ട് കുറച്ച് മണ്ണിട്ടു. ആ കരിയില മറയാൻ വേണ്ടി മണ്ണിട്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പൊടിഞ്ഞ കരിയിലകൾ, ഇതാണ് ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത്. അതും കൂടി ഇടുന്നു. വീണ്ടും മണ്ണിട്ടു. ഇനി കുറച്ച് കരിയിലയും കൂടെ. അപ്പോൾ ഇതിനെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് കൂടുതൽ നമ്മൾ കരിയിലിടുന്നത്. അത് ടെറസിൽ വെയിറ്റ് കുറയുക. പണ്ട് ചെയ്യുന്ന ഈ വിധത്തിലല്ല, വെറുതെ മണ്ണ് നിറച്ചെല്ലാം ചെയ്യും. അടിയിൽ മാത്രമേ ചകിരി വയ്ക്കുള്ളായിരുന്നു. നിങ്ങൾ ഇത് ഇട്ടിട്ട് തൈയെല്ലാം നട്ടിട്ട് കറക്റ്റ് ഒരു 25 ദിവസം കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇല ഒന്നും കാണില്ല. കാര്യം നമ്മൾ ചെയ്തത് ഇല പെട്ടെന്ന് മണ്ണിൽ പിടിക്കാൻ വേണ്ടി, അതിനേക്കാളും പെട്ടെന്ന് മണ്ണിൽ പിടിക്കത്തക്ക സംവിധാനത്തിലാണ് ഇതിപ്പോൾ ചെയ്തേക്കുന്നത്. ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞ പോലെ നോക്കിയപ്പോഴെല്ലാം ഈ അടുത്ത കാലത്ത് ഈ മെത്തേഡിൽ ചെയ്തവർക്കാണ് ഇത്രയും ഗുണമുണ്ടായിട്ടുള്ളതും നല്ല കൃഷിയുടെ വിജയം ഉണ്ടായിട്ടുള്ളതും ഈ അവാർഡ് കിട്ടിയിട്ടുള്ളതും. പൊടിഞ്ഞത് വാരി ഇടയ്ക്ക് വയ്ക്കണം. കുറച്ച് വേസ്റ്റ് ഇട്ടു. കരിയില, ഉണങ്ങി പൊടിഞ്ഞ കരിയില നമ്മളിപ്പം ചാണകവും ശർക്കര ലായനിയും കൂടി ചേർത്തിട്ട് വെച്ചിരുന്ന പൊടിഞ്ഞ കരിയില ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മണ്ണിട്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 50 ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്ന സമയം നമുക്ക് 10 എണ്ണത്തിൽ നിറയ്ക്കാനുള്ള സമയം കിട്ടിയാൽ അത് മതി. പൂവും മൊട്ട് വന്ന് ഒരു കാ ഉണ്ടാവുന്നതിന് നമ്മൾ വേറെ അടിവളം ഉപയോഗിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല ഇതിൽ. വീണ്ടും ഇലയിട്ടു. ഇല വെച്ചാൽ പൊടിഞ്ഞ ഇലയിട്ടത്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മണ്ണിടയാണ്. ഒരു ഇഷ്ടിക അറുക്കുന്ന ചെടിയെല്ലാം വെച്ചിട്ട് ആ കട്ടളപ്പടി എടുക്കും പോലെ നമ്മൾ ഈ പോണിയെ പൊക്കിയെടുക്കുകയാണ്. ഇതിൽ സാധാരണ ഞാൻ ഇതിൻ്റെ വേര് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് വാമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഗുണമേന്മ ഉള്ളതെന്ന് പറഞ്ഞാണ് ഇത് കൃഷിമിത്ര തന്നു ഞാനത് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കുറച്ച് വാങ്ങിച്ച് നട്ടിട്ടുണ്ട്. എല്ലാത്തിനും നല്ലപോലെ വേര് പിടിച്ചിട്ടുണ്ട്. അത് മുകളിൽ തൂറ്റിയതിന് ശേഷം അതിനുശേഷം ഈ തൈ ഇതിൽ വെക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റൈസോബിയാണ്. നിയോ റൂട്ട് എന്ന് പറഞ്ഞിട്ട് UPL കമ്പനിയിൽ നമുക്ക് ലഭ്യമാണ്. ടൊമാറ്റോയുടെ വിത്ത് ഞാൻ കൃഷിമിത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ആരോഗ്യകരമായിട്ടുള്ള തൈയാണ്. അപ്പോൾ ഇത് നട്ടിട്ട് നമ്മൾ തൈ നട്ടു, വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ചെയ്യേണ്ടത് ഒന്ന് വേര് പിടിക്കും. നമുക്ക് ഇതിൻ്റെ വേര് പിടിച്ചതിന് ശേഷം ഇപ്പോൾ കൊണ്ടുവന്ന് നല്ല വെയിലത്ത് വയ്ക്കരുത്, തണലത്ത് വയ്ക്കുക. വേര് പിടിച്ചതിന് ശേഷം ശകലം സീഡോമോണസ് നമ്മൾ വെള്ളത്തിൽ കലക്കി അതിൻ്റെ മൂട്ടിശാല ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല ഇലയെല്ലാം തളിക്കുകയും ചെയ്യും.
പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇത് 7 സർജറി കഴിഞ്ഞ ഒരു വനിതയാണിത്. ഇത്രയും അവാർഡുകളെല്ലാം കിട്ടി, ഇത്രയും നല്ല രീതിയിൽ കൃഷി വയ്ക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് അവർക്ക് പ്രചോദനം കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇത് അവർക്ക് പൊക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പ്രേക്ഷകരായ നിങ്ങൾ നോക്കുക.